ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലെ റെഡ് റോസ് ഹോട്ടലിലെ മുറിയിൽ നിന്നും രാവിലെ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. നേരം 8 മണിയായിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇന്ന് ഞാൻ അമ്മാൻ നഗരത്തോട് മാത്രമല്ല, ജോർദാനോട് തന്നെ യാത്ര പറയുകയാണ്. റിസപ്ഷനിൽ ചെന്ന് ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്തു. റിസപ്ഷനോട് ചേർന്ന് ഒരു ബാറാണ്. രാവിലെ തന്നെ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് ബിയർ അടിക്കുന്നുണ്ട്. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ജോർദാനിലെവിടെയും മദ്യം സുലഭമാണ്. ഇടക്കാലത്തുണ്ടായ ബ്രിട്ടീഷ് സ്വാധീനം കൊണ്ടാവാം പൊതുവായ ജീവിത രീതിയിലൊക്കെ ഒരു പാശ്ചാത്യ സ്പർശം ജോർദാനിൽ കാണാം. ധാരാളം പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ഇന്നാട്ടിലെത്തുന്നുണ്ട്. അവരുടെ അഭിരുചിക്കിണങ്ങിയ റിസോർട്ടുകളും ഹോട്ടലുകളും ബാറുകളുമെല്ലാമാണ് ഇവിടെയുള്ളത്. 8:30 കാറുമായി എത്താമെന്നാണ് ഡ്രൈവർ ഹാബിസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഹോട്ടലിന് മുറ്റത്തേക്കിറങ്ങി. റോഡിൽ വലിയ ജനത്തിരക്കില്ല. ടൂറിസ്റ്റുകളാവാം, ചിലരൊക്കെ അങ്ങിങ്ങ് നടക്കുന്നുണ്ട്. 8 മണിയായപ്പോഴേക്കും നല്ല വെയിൽ പരന്നു കഴിഞ്ഞു. പാതയോരത്ത് ഒട്ടേറെ വാഹനങ്ങൾ കിടപ്പുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹാബിസ് എത്തി. ഹോട്ടലിന് മുന്നിൽ കാർ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്തതിനാൽ കുറച്ചു മാറി റോഡരികിൽ നിർത്തിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു അദ്ദേഹം. ഞാൻ യാത്ര പുറപ്പെടുകയാണെന്ന വിവരം ജോർദാനിലെ എൻ്റെ ടൂറുകൾ അറേഞ്ച് ചെയ്ത കമ്പനിയെ ഹാബിസ് ഫോണിൽ അറിയിക്കുന്നു. ഡൗൺ ടൗൺ ഏരിയയിൽ ഒന്ന് കറങ്ങിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. യാത്രയിൽ പട്ടണവഴികൾ ഞാൻ ഒരിക്കൽ കൂടി പകർത്തുകയാണ്. ഡൗൺ ടൗൺ ഏരിയയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടന്ന വഴികൾ. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണ് ജോർദാൻ. അയൽ രാജ്യങ്ങളായ ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലേതുപോലെ ഭീകരപ്രവർത്തനവും ഏറ്റുമുട്ടലുകളുമെല്ലാം ഇവിടെ കുറവാണ്. അതേസമയം അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയിൽ അയൽ രാജ്യങ്ങളിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള രാജ്യവുമാണിത്. അമ്മാൻ ബോംബിംഗ് എന്ന ചരിത്രത്തിൽ ഇടം നേടിയ 2005 ബോംബ് ആക്രമണങ്ങളുടെ കാരണവും അതായിരുന്നു. ഇറാഖിൽ നിന്നുള്ള ഭീകരർ 2005 നവംബർ 9 അമ്മാനിലെ 4 ഹോട്ടലുകളിൽ നടത്തിയ ബോംബ് സ്ഫോടനങ്ങളിൽ 60 പേരാണ് മരിച്ചത്. 115 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാഖിൽ പ്രവർത്തനം തുടങ്ങി സിറിയയിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ഭീകര ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ജോർദാൻ. ഏതു നിമിഷവും ജോർദാനിൽ ഇവരുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ജോർദാന്റെ ക്രമസമാധാനം തകർത്ത് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനാവും അവരുടെ ശ്രമം. അബ്ദൂൺ ഏരിയയിലൂടെയാണ് ഒരിക്കൽ കൂടി കടന്നുപോകുന്നത്. 2 മലകളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന അബ്ദൂൺ പാലമാണ് ഇക്കാണുന്നത്. 4 വരി പാതയോടുകൂടിയ ആധുനിക പാലം. അത് പിന്നിടുമ്പോൾ വലതുവശത്ത് താജ് മാൾ കാണാം. അമ്മാനിൽ പുതിയ കാലത്ത് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന കൂറ്റൻ ഷോപ്പിംഗ് മാളുകളിലൊന്ന്. അമ്മാനിലെ ഏറ്റവും പ്രശസ്തമായ മാളാണ് താജ്. ഒരിക്കൽ കൂടി സൗദി അറേബ്യൻ എംബസിയുടെ മുന്നിലൂടെ കടന്നുപോകുന്നു. അത് കടക്കുമ്പോൾ വലതുവശത്ത് സിറിയൻ എംബസി കാണാം. കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും കടന്നുപോകുന്ന വിശാലമായ പാത. 15 ലക്ഷം സിറിയക്കാർ അഭയാർത്ഥികളായി പാർക്കുന്ന രാജ്യമാണ് ജോർദാൻ. 5 ലക്ഷം ഇറാഖികളും അഭയാർത്ഥികളായി ഇവിടെയുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ സഹായത്തോടെ ജോർദാൻ ഈ അഭയാർത്ഥി കൂട്ടങ്ങളെ നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടെങ്കിലും ജോർദാന്റെ സ്വാസ്ഥ്യം കെടുത്തുന്നതും അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ഈ കുടിയേറ്റമാണ്. അതിർത്തി പ്രദേശമായ സാത്രിയിൽ സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി 2 പടുകൂറ്റൻ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരു ക്യാമ്പിൽ 81,000-വും രണ്ടാമത്തേതിൽ 60,000-വും അഭയാർത്ഥികൾ പാർക്കുന്നു. ക്യാമ്പിൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന കലാപങ്ങളും അവിടുത്തെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ ജോർദാനിയൻ ഗവൺമെന്റിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ട്. മയക്കുമരുന്നുകളുടെ വിൽപ്പന മുതൽ വേശ്യാവൃത്തി വരെ അഭയാർത്ഥി ക്യാമ്പിൽ നടക്കുന്നു. അത് അമർച്ച ചെയ്യാൻ ജോർദാന്റെ പോലീസ് തെല്ലൊന്നുമല്ല കഷ്ടപ്പെടുന്നത്. 2014 ഏപ്രിലിൽ ഉണ്ടായ ക്യാമ്പ് കലാപം അമർച്ച ചെയ്യാൻ
പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരു അഭയാർത്ഥി മരിക്കുക വരെയുണ്ടായി. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇറാഖിൽ നിന്നുള്ള 6 ലക്ഷം അഭയാർത്ഥികളാണ് ജോർദാനിലുള്ളത്. 2 ഘട്ടങ്ങളിലായാണ് ഇറാഖി അഭയാർത്ഥികൾ ജോർദാനിലേക്ക് എത്തുന്നത്. 1991 ഗൾഫ് യുദ്ധം, ഷിയാക്കളോടുള്ള സദാം ഹുസൈൻ്റെ ക്രൂരതകൾ എന്നിവയെല്ലാമായിരുന്നു അതിന് കാരണം. ആദ്യകാലത്ത് ഇറാഖിൽ നിന്നും പലായനം ചെയ്ത സാധാരണക്കാരായ ഇറാഖികൾ ഇറാനിലാണ് എത്തിയത്. എന്നാൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളോട് താല്പര്യമില്ലാത്ത അപ്പർ ക്ലാസ്സിലും അപ്പർ മിഡിൽ ക്ലാസ്സിലുമുള്ള ഇറാഖികൾ ഭാവി ജീവിതം ജോർദാനിൽ കരുപ്പിടിപ്പിക്കാമെന്ന് കരുതി ഇവിടേക്ക് വരികയായിരുന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, ബുദ്ധിജീവികൾ എന്നിവരെല്ലാം അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടു. തങ്ങൾക്ക് ഇറാഖിലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റ് ആ പണവുമായാണ് അവർ ജോർദാനിലേക്ക് കടന്നത്. ജോർദാനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടുകയും ഇവിടെ കെട്ടിടങ്ങളും കൃഷിഭൂമിയുമെല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്തു അവർ. ആദ്യഘട്ടത്തിൽ തങ്ങളുടെ സ്വത്തുക്കൾ ഇറാഖിൽ നിലനിർത്തി ജോർദാനിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തിയ പലരും പിന്നീട് നാട്ടിൽ പോയി വസ്തുവകകളെല്ലാം വിറ്റ് പണവുമായി വന്ന സംഭവങ്ങളുമുണ്ടായി. ജോർദാൻ ഇമിഗ്രേഷൻ അതോറിറ്റി ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കിക്കൊടുത്തിരുന്നു. ജോർദാനിലുള്ള ഇറാഖി അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും സമ്പന്നരും നല്ല വിദ്യാഭ്യാസം നേടിയവരുമാണ്. അവർ ഈ രാജ്യത്ത് തങ്ങളുടേതായ തൊഴിലിടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. കാർ ഡെസേർട്ട് ഹൈവേയിലൂടെ നല്ല വേഗത്തിൽ നീങ്ങുകയാണ്. അമ്മാൻ നഗരത്തിൽ നിന്നും 40 കിലോമീറ്ററുണ്ട് ക്യൂൻ ഏലിയ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. ഹൈവേയിൽ നിന്നും കാർ ഇപ്പോൾ എയർപോർട്ട് റോഡിലേക്ക് കയറിയിരിക്കുന്നു. മരുഭൂമിക്ക് നടുവിൽ ജലസേചനത്തിലൂടെ പച്ചപ്പ് വളർത്തിയെടുത്തിരിക്കുന്ന ഒരു പ്രദേശം. സിസ്യ എന്ന പ്രദേശമാണിത്. നേരെ മുന്നിൽ കാണുന്നതാണ് എയർപോർട്ട് ബിൽഡിംഗ്. 1983 സ്ഥാപിതമായ ക്യൂൻ എലിയ എയർപോർട്ട് നവീകരണത്തിന്റെ പാതയിലാണിപ്പോൾ. 3 എയർപോർട്ടുകളും 4 എയർ ബേസുകളുമാണ് ജോർദാനിൽ ആകെയുള്ളത്. അതിൽ ഏറ്റവും വലുത് ക്യൂൻ ഏലിയ ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ. അഗ്ബയിലെ കിങ് ഹുസൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് 2ാം സ്ഥാനം. അമ്മാൻ നഗരത്തിൽ ഒരു സിവിൽ എയർപോർട്ട് കൂടിയുണ്ട്. ഗേറ്റിൽ നിന്നും ഒരു കൂപ്പൺ എടുത്തു വേണം യാത്ര തുടരാൻ. വാഹനം എത്ര സമയം എയർപോർട്ട് പരിസരത്ത് തങ്ങി എന്നതനുസരിച്ചാണ് പാർക്കിംഗ് ഫീസ്. 2013 മാർച്ചിൽ പണി പൂർത്തിയായ പുതിയ ടെർമിനലിലേക്കാണ് എത്തുന്നത്. പഴഞ്ചൻ ഡിസൈനിലും പഴഞ്ചൻ രീതികളിലും തുടർന്നു വന്ന ക്യൂൻ ഏലിയ എയർപോർട്ടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ടെർമിനലാണ് ഇത്. ഏറ്റവും ആധുനികമായ ഒരു എയർപോർട്ടായി മാറിയിരിക്കുന്നു 2013 ക്യൂൻ ഏലിയ. 5 ദിവസം നീണ്ട ജോർദാൻ യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നെ എയർപോർട്ടിലിറക്കി ഡ്രൈവർ ഹാബിസ് യാത്ര പറഞ്ഞുപോയി. അനേകം കുടകൾ നിവർത്തി കുത്തിവെച്ചതുപോലുള്ള കോൺക്രീറ്റ് നിർമ്മിതിയാണ് എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ച. AIG അഥവാ എയർപോർട്ട് ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന കമ്പനിയാണ് 2007 മുതൽ 25 വർഷത്തേക്ക് BOT വ്യവസ്ഥയിൽ ഈ എയർപോർട്ട് മാനേജ് ചെയ്യുന്നത്. ജോർദാനിയൻ കമ്പനിയാണ് AIG. പേർഷ്യൻ ഗൾഫിലും യൂറോപ്പിലും ഷെയർ ഹോൾഡർമാരുള്ള കമ്പനിയാണിത്. പ്രധാന ഷെയർ ഹോൾഡറും എയർപോർട്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നവരും ഫ്രാൻസിലെ എയർപോർട്ട് ഡി പാരീസ് എന്ന കമ്പനിയാണ്. 1,03,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഈ പുതിയ ടെർമിനലിന്റെ നിർമ്മാണത്തിനായി $750 മില്യൺ AIG ചെലവഴിച്ചത്. ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് വാങ്ങി അകത്തേക്ക് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഗതി കാണുന്നത്. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഫെറാറിയുടെ റെഡ് ബുൾ ഇനത്തിൽപ്പെട്ട റേസിംഗ് കാറാണ്. കൗതുകമുളവാക്കുന്ന ഒരു നിർമ്മിതി. ടെലിവിഷനിലൂടെയും മറ്റും കണ്ടിട്ടുള്ളതല്ലാതെ ഇത്തരമൊരു റേസിംഗ് കാർ ഞാൻ അടുത്ത് പരിചയിച്ചിട്ടില്ല. ഫെറാറി ഓട്ടോമൊബൈൽസിന്റെ റേസിംഗ് ടീം ഡിവിഷനായ സ്കുഡേറിയ ഫെറാറിയുടെ കാറാണിത്. ഫോർമുല 1ന്റെ ഒരു വേദിയാണ് ജോർദാൻ. മത്സരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഈ കാർ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം വലിയ കൗതുകമാവുന്നു റേസിംഗ് കാർ. കാർ പിന്നിട്ട് ഞാൻ നടത്തം തുടരുകയാണ്.
അതിബൃഹത്തായൊരു എയർപോർട്ടൊന്നുമല്ല ക്യൂൻ ഏലിയ. എന്നാൽ യൂറോപ്യൻ നിലവാരത്തിലാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. ജോർദാന്റെ ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പിന് അടിസ്ഥാനമാകുന്നത് ഈ എയർപോർട്ട് തന്നെയാണ്. വർഷം തോറും 1,20,00,000 യാത്രികരാണ് ഈ എയർപോർട്ടിലൂടെ കടന്നുപോകുന്നത്. അവരിൽ വലിയൊരു ഭാഗവും വിദേശ ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരു ഷോപ്പിംഗ് ഏരിയ. ചോക്ലേറ്റ് മുതൽ മദ്യം വരെ ഇവിടെ കിട്ടും. സാധാരണ എല്ലാ എയർപോർട്ടുകളിലുമുള്ള കാഴ്ച തന്നെ. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല, നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 66600. സന്ദർശിക്കൂ sanjaram.com. ബെദൂയിയൻ ടെന്റുകളുടെ ആകൃതിയിലുള്ളതാണ് എയർപോർട്ട് ടെർമിനലിന്റെ മേൽക്കൂര. ഒരു ഭാഗത്ത് കുറേയേറെ റെസ്റ്റോറന്റുകൾ. എയർപോർട്ട് വികസനത്തിന്റെ 1-ാം ഘട്ടം മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. 2016 പൂർത്തിയാവുന്ന 2-ാം ഘട്ട പ്രവർത്തനം നടന്നു വരികയാണിപ്പോൾ. കോൺക്രീറ്റ് കൊണ്ടുള്ള ബെദൂയിയൻ കൂടാരരൂപം രസകരം തന്നെ. ഇവിടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് പണി പൂർത്തിയായി വരുന്ന ഭാഗങ്ങൾ കാണാം. ഒരു തൂണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ബന്ധിപ്പിച്ച് കോൺക്രീറ്റിന്റെ ചെറുമകുടങ്ങൾ ഉയർത്തിയിരിക്കുന്നു. മുകളിൽ വച്ചല്ല വാർത്തെടുക്കുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം തൂണുകളിൽ കുടകളെ കൂട്ടിയിണക്കുന്ന ഭാഗങ്ങളാണ്. നിലത്ത് വച്ച് പണിത ശേഷം മുകളിൽ ഉയർത്തിവെക്കുന്നു. താഴെ വച്ച് ഈ വിധത്തിൽ വാർത്തെടുക്കുന്ന കുടകൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി തൂണുകൾക്ക് മീതെ ഉറപ്പിക്കുകയാണ് ചെയ്യുക. സെറ്റായ കുടയുടെ ഭാഗം ഈ വിധത്തിൽ ഉയർത്തി മുകളിൽ കൊണ്ടുവന്ന് മറ്റു ഭാഗങ്ങളുമായി ചേർത്ത് ലോക്ക് ചെയ്യുന്നു. മുട്ടുകൾ കൊടുത്ത് തട്ടടിച്ച് മുകളിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയാണല്ലോ നമുക്ക് പരിചിതം. ഇവിടെ സംഗതി വ്യത്യസ്തമാണ്. എത്ര ഭംഗിയോടെയാണ് ഈ കോൺക്രീറ്റ് കൂടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണുക. കോൺക്രീറ്റിന്റെ സ്വാഭാവിക നിറം തന്നെയാണ് ഇതിനും നൽകിയിരിക്കുന്നത്. ഗേറ്റിലേക്ക് നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇന്ത്യയിലെ എയർപോർട്ടുകളെക്കുറിച്ചാണ്. നമ്മുടെ പല എയർപോർട്ടുകൾക്കും സവിശേഷമായ ക്യാരക്ടർ ഇല്ലെന്ന് പറയാം. ഡിസൈനിങ്ങിലെ സവിശേഷത കൊണ്ട് അവയെയും മനോഹരമാക്കാമായിരുന്നു. ഡിസൈനിലെ മാറ്റമാണ് സൗന്ദര്യത്തിലെ അന്തരത്തിന് കാരണമാവുന്നത്. താഴെ ഖത്തർ എയർവേസിന്റെ വിമാനം കിടപ്പുണ്ട്. അതിലാണ് എനിക്ക് കയറേണ്ടത്. വിമാനത്തിൽ ചരക്കു കയറ്റുന്നതും ഇറക്കുന്നതുമെല്ലാം ധൃതിയിൽ നടക്കുന്നുണ്ട്. ഈ കയറ്റിറക്ക് ജോലികളും വിമാനം പുറപ്പെടുന്നതിന് മുൻപുള്ള ചടങ്ങുകളുമെല്ലാം കണ്ടു നിൽക്കുന്നത് കൗതുകമാണ്. എയർലൈൻ ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾ നിയന്ത്രിക്കുന്നത് യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്കല്ലെന്നു പറയാം. വിമാന ഉടലിന്റെ നേർപകുതി ഭാഗത്തും ചരക്കുകളാണ് കയറ്റുന്നത്. കൊറിയർ കമ്പനികൾ, പാഴ്സൽ കമ്പനികൾ, വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ യാത്രാവിമാനങ്ങളിൽ ചരക്ക് കൊണ്ടുപോകുന്നതിന് എയർലൈനുകളുമായി കരാറുണ്ടാക്കാറുണ്ട്. കപ്പലിൽ എന്നതുപോലെ തന്നെ വിമാനത്തിലും രാജ്യാന്തര ചരക്കുനീക്കം നടക്കുന്നു. കണ്ടെയ്നറിന്റെ ഒരു മൂല അല്പം ചെരിച്ചു നിർമ്മിച്ചിരിക്കുന്നത് കാണാം. വിമാനത്തിൽ ചരക്കു കയറ്റാനുള്ളിടത്തെ പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന വിധമാണ്
കണ്ടെയ്നറുകൾ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിമാനത്തിന്റെ ഉരുണ്ട ഭാഗത്തേക്ക് പരമാവധി ചേർന്നു നിൽക്കാനാണത്. ഇങ്ങനെ വിമാനത്തിന്റെ ഇരുവശത്തേക്കും ചേർന്നു നിൽക്കുന്ന കണ്ടെയ്നറുകളിൽ ആ ചെരിഞ്ഞ വെട്ട് കാണാം. വിമാനത്തിന്റെ പ്രധാന ബോഡി അഥവാ ഫ്യൂസ്ലാജിന്റെ നേർപകുതിക്ക് മുകളിൽ ആളുകൾ ഇരിക്കുമ്പോൾ താഴെ മുഴുവൻ ചരക്ക് അടുക്കിയിരിക്കുകയാവും. ഇതിൽ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമേ യാത്രക്കാരുടെ ബാഗേജ് ഉണ്ടാവൂ. ബാക്കിയത്രയും കൊറിയർ കമ്പനികളും പാഴ്സൽ സർവീസുകാരും കയറ്റുന്ന ചരക്കു തന്നെയായിരിക്കും. ടൺ കണക്കിന് ചരക്ക്. വിമാനത്തിൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന തുകയുടെ അത്ര തന്നെ ഈ ചരക്കു നീക്കത്തിലൂടെയും വരുമാനമുണ്ടാക്കുന്നുണ്ട്. വില കൂടിയ ഉൽപ്പന്നങ്ങളാണ് ഇങ്ങനെ വിമാനം വഴി നീക്കുന്നത്. വിമാനത്തിന്റെ കാഴ്ചയിൽ നിന്നും ഞാൻ കാത്തിരിപ്പ് സ്ഥലത്തെ ആളുകളിലേക്ക് തിരിഞ്ഞു. വിരസവും ദീർഘവുമായ കാത്തിരിപ്പ് സമയങ്ങളിൽ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നിരീക്ഷിക്കാറുണ്ട്. വിവിധ വംശത്തിലും രൂപത്തിലുമുള്ള മനുഷ്യർ, പല വസ്ത്രധാരണ രീതികൾ. ഈ വസ്ത്രങ്ങളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നുമൊക്കെ അവരുടെ മനസ്ഥിതി ഏകദേശമായി മനസ്സിലാക്കിയെടുക്കാം. മോഡലുകളെപ്പോലുള്ള സുന്ദരിമാർ, തട്ടമിട്ട അറബി യുവതികൾ, യുവത്വത്തിന്റെ എല്ലാ പ്രസരിപ്പോടെയും നടക്കുന്നവർ. യുവതയുടെ ആഘോഷമാണ് ഇപ്പോൾ എയർപോർട്ടുകളിലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവർ ടൂറിസ്റ്റുകൾ ആവണമെന്നില്ല. ബിസിനസ് സംബന്ധമായും ജോലി ആവശ്യത്തിനും രാജ്യാന്തര യാത്രകൾ നടത്തുന്നവരാവാം. പരമ്പരാഗത അറബി വസ്ത്രം ധരിച്ച ഇളമുറക്കാർ. എന്തെന്തു മനുഷ്യർ! ഇവരിൽ ഭൂരിഭാഗവും പ്രതിഭാശാലികളായിരിക്കാം. പുതിയ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുന്നവർ. ഈ യുവതികളും യുവാക്കളുമെല്ലാം നാളെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വിജയിക്കേണ്ടവർ തന്നെ. മടക്കയാത്രയാണെന്നതിനാൽ ഞാൻ റിലാക്സ് മൂഡിലാണ്. ഓരോ രാജ്യത്തും ഷൂട്ടിങ്ങിനായി വന്നിറങ്ങുമ്പോഴാണ് മനസ്സിൽ സംഘർഷമുണ്ടാവുക. എന്തെല്ലാം എവിടെ നിന്നെല്ലാം ചിത്രീകരിക്കാം എന്നു തുടങ്ങി ഉത്കണ്ഠകൾ നിരവധി ഉണ്ടാവുമല്ലോ. ഈ മടക്കയാത്രയിലാവട്ടെ സംതൃപ്തിയാണുള്ളത്. ജോർദാനെ വിശദമായി തന്നെ ക്യാമറയിലാക്കി കഴിഞ്ഞു. ഈ വിശ്രമവേളയിൽ പല നാട്ടുകാരുടെ രൂപഭാവങ്ങൾ കണ്ടങ്ങനെ നിൽക്കുകയാണ്. യാത്രയ്ക്ക് മുന്നോടിയായുള്ള കാത്തിരിപ്പ് ആർക്കും വിരസമാണ്. അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇവരെന്ന് തോന്നും. അവരുടെ ചർച്ചകൾ, ആഹ്ലാദം, പരിഭവം എല്ലാം ഇതിലുണ്ട്. അവരറിയാതെ അവർ എൻ്റെ ക്യാമറയിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. സഞ്ചാരത്തിനിടയിലെ വിശ്രമവേളയിലുള്ള ത്രില്ലിംഗ് നിമിഷങ്ങളും ഇതുതന്നെ. വളരെ ആസ്വദിച്ചെടുക്കുന്ന വിഷ്വലുകളാണിത്. വിമാനം പുറപ്പെടാറായെന്ന അറിയിപ്പ് വന്നു. കാത്തിരിപ്പ് സ്ഥലത്തു നിന്നും മറ്റ് യാത്രികർക്കൊപ്പം ഞാനും എയ്റോ ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ഖത്തർ എയർവേസ് ഇന്ന് വളർച്ചയുടെ പാതയിലുള്ള ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ്. എമിറേറ്റ്സ് ദുബായിയുടെ നിയന്ത്രണത്തിൽ നിന്നും മാറിയതോടെ കാര്യക്ഷമതയ്ക്കും ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. അത് മുതലെടുത്ത് ഖത്തർ എയർവേസ് വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു വിമാനമാണ്. യാത്രക്കാർക്കുള്ളിടം പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ നിരയിലും 9 പേർക്കിരിക്കാവുന്ന വിധമാണ് സീറ്റുകളുടെ ക്രമീകരണം. അത്തരം 45ഓളം നിരകളുണ്ട്. അതിൽ ഏറ്റവും പിന്നിലാണ് ഞാൻ സ്ഥാനം പിടിച്ചത്. കാരണം എനിക്ക് ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ കാണണം. വിമാനച്ചിറകിൻ്റെ തടസ്സമില്ലാതെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ പിന്നിലിരിക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ വംശജർ എന്ന് തോന്നുന്ന ചില എയർ ഹോസ്റ്റസുമാർ വിമാനത്തിലുണ്ട്. അധികം താമസിച്ചില്ല. വിമാനം പുറപ്പെടുകയാണ്. ജോർദാന്റെ അഭിമാനമായ ക്യൂൻ ഏലിയ ഇന്റർനാഷണൽ എയർപോർട്ട്. റോയൽ ജോർദാനിയൻ എയർലൈൻസിന്റെ ഒരു വിമാനമാണ് ആ കിടക്കുന്നത്. രാജകീയമായ കിരീടചിഹ്നം വാലിലണിഞ്ഞ് ആഢ്യത്വത്തോടെയുള്ള കിടപ്പ്. റോയൽ ജോർദാനിയന്റെ ഹബ്ബാണ് ക്യൂൻ ഏലിയ എയർപോർട്ട്. ജോർദാന്റെ മറ്റൊരു പ്രമുഖ വിമാന കമ്പനിയായ ജോർദാൻ ഏവിയേഷന്റെ മെയിൻ ഹബ്ബും ഈ വിമാനത്താവളം തന്നെയാണ്. റൺവേയിലൂടെ കുറേ ദൂരമോടി വിമാനം ജോർദാന്റെ മണ്ണിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. താഴെ ക്യൂൻ ഏലിയ എയർപോർട്ടിന്റെ ബെദൂയൻ കൂടാര മേൽക്കൂരകൾ. ഇത്രയും നേരം ഞാൻ ഇരുന്നത് അവിടെയായിരുന്നു. എത്ര വിശാലമായ മരുഭൂമിയിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതെന്ന് കാണുക.
മരുഭൂമി രാജ്യങ്ങൾക്ക് വിമാനത്താവളം പണിയാനുള്ള സൗകര്യം ഇതാണ്. എത്ര വേണമെങ്കിലും ഏരിയ വികസിപ്പിക്കാം. അമ്മാൻ നഗരത്തിൽ നിന്നും എയർപോർട്ടിലേക്ക് ഞാൻ പോയ പാതയാണ് താഴെ നീണ്ടുകിടക്കുന്നത്. അങ്ങിങ്ങ് കൃഷിയിടങ്ങൾ. ജോർദാൻ വളർച്ചയുടെ വീഥിയിലാണ്. അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിന്റെ അന്തരീക്ഷം നിലനിർത്തുകയും അമേരിക്കയുമായി നല്ല ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന ജോർദാൻ, അതിതീവ്രമായ മതചിന്തകളില്ലാതെ മതേതരത്വം പാലിക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാനും ശ്രദ്ധിക്കുന്ന നാട്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. അത്ഭുതങ്ങൾ ഉള്ളിലൊളിപ്പിച്ച മരുക്കുന്നുകളാണ് താഴെ. ഭൂമിയുടെ ചേലയിലെ ഞൊറിവും ചുളിവും പോലെ അതങ്ങനെ കിടക്കുന്നു. പെട്ര പോലുള്ള ലോകാത്ഭുതങ്ങളെ ഉള്ളിലൊളിപ്പിച്ചു വച്ചിരിക്കുന്ന ഭൂവിടം. സഹയാത്രികർ അവരവരുടേതായ ലോകത്താണ്. ദോഹ ലക്ഷ്യമാക്കിയാണ് വിമാനം പറക്കുന്നത്. അവിടെ ഇറങ്ങി 3 മണിക്കൂർ കാത്തിരുന്നു വേണം നാട്ടിലേക്കുള്ള അടുത്ത വിമാനം പിടിക്കാൻ. പൊരിഞ്ഞ വെയിലിന്റെ മരുഭൂമികളിലൂടെയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി യാത്ര. ഇനി ഒന്ന് വിശ്രമിക്കണം. വിമാനം അതിന്റെ യാനം തുടരുകയാണ്.